റേസ് മെല്ലിയിലേക്ക്. അപ്പൊ നമുക്കിന്ന് റേസ് മെല്ലിയുടെ വീഡിയോ ഒന്ന് നോക്കാം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമുക്ക് ബേസിക് ആയിട്ട് എന്താ വേണ്ട സ്കിന്നിൽ? സ്കിൻ എപ്പോഴും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാം അല്ലേ? നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന്റെ ഒരു 90% പ്രോബ്ലംസും മാറിക്കിട്ടും. അപ്പൊ നമ്മൾ എങ്ങനെ വൃത്തിയായിട്ട് നമ്മുടെ സ്കിന്ന് സൂക്ഷിക്കും? അതിന് ഞാനൊരു ചെറിയ ഒരു കാര്യം പറഞ്ഞുതരാം. ഷോർട്ടാണേ, CTM. എന്താണ് CTM? C ഫോർ ക്ലൻസിങ്, T ഫോർ ടോണിങ്, M ഫോർ മോയ്സ്ചറൈസിങ്. ഇത് നമ്മൾ ഡെയിലി റുട്ടീനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 100% നമ്മുടെ സ്കിന്നിന്റെ ഒരു വിധപ്പെട്ട എല്ലാ പ്രോബ്ലംസും നമുക്ക് അറിയാൻ പറ്റും. കുറച്ച് നാളായിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ സ്കിൻ ഓയിലാ, എൻ്റെ സ്കിൻ ഡ്രൈയാ, എൻ്റെ സ്കിൻ നോർമലാ, പിന്നെ എന്താ ചെയ്യേണ്ടത്, ഏത് മോയ്സ്ചറൈസിംഗാണ് യൂസ് ചെയ്യേണ്ടത്, ഏത് സൺടാൻ പോകുന്നത് എന്താ യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാം നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ, വരൂ നമുക്ക് പോകാം. ടപ്പേ വന്നോ, പെട്ടെന്ന് കണ്ടോ, ഓക്കെ പോകാം. അതെ, നമുക്ക് CTM ചെയ്യണമെങ്കിൽ പ്രോഡക്റ്റ് വേണ്ടേ? പ്രോഡക്റ്റ് ഇല്ലാണ്ടാണോ CTM ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത്, ഇപ്പൊ ഞാൻ മുഖത്ത് മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് സെറ്റാഫിൽ. സെറ്റാഫിൽ ആകുമ്പോൾ നമുക്ക് എല്ലാ സ്കിന്നിനും യൂസ് ആണ്. വേറെ ഒന്നുമല്ല, ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റും കൂടിയാണ് സെറ്റാഫിൽ. ഓക്കെ, അപ്പോൾ സെറ്റാഫിലിന്റെ ഓൾ സ്കിൻ ടൈപ്പ് ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. നല്ല അടിപൊളി സാധനമാണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലാവരുടെ സ്കിന്നും ഒരുപോലെ അല്ലല്ലോ, ഡിഫറെന്റ് അല്ലേ? അപ്പോൾ അതനുസരിച്ചുള്ള പ്രോഡക്ട്സ് വേണം നിങ്ങൾ ഉപയോഗിക്കാൻ. ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് സെറ്റാഫിലാണ്. ഈ നമ്മുടെ VLCCയുടെ റോസ് വാട്ടർ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഇരിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു അടിപൊളി മോയ്സ്ചറൈസിംഗ് ആണ്. സൂപ്പർ എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, അടിപൊളി. അതായത് O3+ൻ്റെതാണേ, O3+ൻ്റെ വിറ്റാമിൻ C ആൻഡ് ടർമറിക്കിന്റെ ഗ്ലോജൽ ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് നോക്കി, ഇതെല്ലാം ഈ പ്രോഡക്റ്റുകളുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് പോകാം വീഡിയോയിലേക്ക്. എങ്ങനെയാ? ടപ്പേന്ന് വന്നോ, പെട്ടെന്ന് കാണാം.